ഹല്ലേലൂയ, പ്രൈസ് ബി ടു ജീസസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി, പരിശുദ്ധ കർമ്മല മാതാവ് റൂഹായും എന്ന് എപ്പോഴും സിസ്റ്റർ പറയുന്നത് സിസ്റ്ററുടെ പേര് കൊണ്ടല്ല, കർമ്മല മാതാവ് റൂഹ. റൂഹ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത അനേകം മക്കളുണ്ട്. അതുകൊണ്ടാണ് സിസ്റ്റർ എപ്പോഴും പരിശുദ്ധാത്മാവും കർമ്മല മാതാവും ചേർന്ന് നയിക്കുന്ന ഈ ചാനലിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ പറയുന്നത്. ഇത് സങ്കീർത്തനങ്ങൾ 150. സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. ഇവിടെ സ്തുതിപ്പ് തന്നെയാണ്, സ്വർഗത്തിൻ്റെ പ്രാർത്ഥന, സ്തുതിപ്പ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ. ഇപ്പോൾ പള്ളിയിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ ഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുപൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സർവ്വജീവജാലങ്ങളും, അങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നത് തന്നെ. സർവ്വജീവജാലങ്ങളും, അതുപോലെ വൃദ്ധരും ബാലികമാരും ശിശുക്കളും യുവാക്കളും യുവതികളും ദമ്പതിമാരും മാതാപിതാക്കളും എല്ലാവരും, വൈദികരും സിസ്റ്റേഴ്സ് സമർപ്പിതരും തിരുസഭ അധികാരികളും എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നത് സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കും. അപ്പോൾ സ്തുതി മഹിമ പുകഴ്ചകൾക്ക് ഏറ്റവും യോഗ്യൻ ഏകലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന സ്വർഗരാജ്യമാണ് നമ്മൾ ഓരോരുത്തരും, എത്ര വലിയ ധ്യാനപുരക്കന്മാരായാലും സിസ്റ്ററും എല്ലാം പ്രഘോഷിക്കേണ്ടത് യേശു ഏക ലോക രക്ഷകൻ. യേശു ഏക ലോക രക്ഷകൻ. അവനിൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം കുരിശിൽ തൂങ്ങി രക്തം ചിന്തി പിടഞ്ഞു മരിച്ച ഒരു ദൈവം, ആ ദൈവത്തിൽ തന്നെയാണ് ഏകരക്ഷ. അത് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എപ്പോഴും സ്തുതിക്കാം, എല്ലാവരും സ്തുതിക്കാം, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സ്തുതിക്കാം. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.